ഒന്നൊരു കുഞ്ഞു ഡെയിമി ലൈഫ് പോലെ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ചായക്കടി പാലപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ വെള്ളപ്പച്ചട്ടിയും പാലപ്പച്ചട്ടിയും ഒക്കെ. ഇതൊരു കാസ്റ്റ് അയണാണ്. Okay. ഇതിക്ക് തേങ്ങാപ്പാൽ വെക്കേണ്ട പണിയുള്ളൂ. തേങ്ങാപ്പാൽ ഞാൻ എങ്ങനെ എടുക്കണമെന്ന് ഒരു കൂട്ടുകാരൻ ചോദിച്ചിരുന്നു. ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എന്നിട്ടേക്ക് വെള്ളം ഒഴിക്കാം, അരച്ചെടുക്കാം, പിഴിയാം. ഇങ്ങനെ ഇട്ടു ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കാറ്. അപ്പം ഞാൻ പുരട്ടി വെച്ചാലുള്ള ഗുണം അതാണ്. എനിക്ക് തിരക്കുള്ള ദിവസങ്ങൾ അത് വെച്ച് ജസ്റ്റ് അങ്ങ് കുടിച്ചാൽ മതി. നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയാൽ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി പെട്ടെന്നൊന്ന് അടിച്ചൊരു തുറച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആകും. ഒന്നും തിരുമ്പടില്ല കേട്ടോ, അത്ര തിരുമ്പാല്ല. ഒന്ന് വാഷിംഗ് മെഷീനൊക്കെ റെസ്റ്റാണ്. നമുക്ക് ഈ ബെഡ്ഷീറ്റും പറ്റില്ല, മഞ്ഞ ബെഡ്ഷീറ്റില്ല, അതും കൂടി ഒന്ന് വിരിച്ചു നോക്കാം. ഇതെന്താടാ മോന് വരുമ്പോൾ കൂടുന്ന കേട്ടോ. ടെൻഡർ കോക്കനട്ട് ഹൽവ എത്ര. ഓൻ കോഴിക്കോട് നിന്ന് വരുവാണ് കേട്ടോ. കോഴിക്കോടാണല്ലോ ഹൽവൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. കോഴിക്കോട് ഹൽവ കേട്ടോ. അടിപൊളി. അപ്പോൾ ഈ ബെഡ് ഏതാണെന്ന് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്ലോ മാട്രസിൻ്റെ ബെഡാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞു, ഓണാഘോഷങ്ങൾ കഴിഞ്ഞു, സ്കൂളും പൂട്ടി. അടുത്ത വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടാമ്പി വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.